നമ്മുടെ ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രരും പാവങ്ങളുമായ പണിയെടുക്കുന്ന ഒരു വിഭാഗത്തോട് എത്രമാത്രം ക്രൂരമായിട്ടാണ് സമീപിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്ന ഈ ചർച്ച. 53 ദിവസമായി ഈ തെരുവിൽ കഴിയുന്ന, ഇവിടെ വെയിലും മഴയുമേറ്റ് ഈ തെരുവിൽ കഴിഞ്ഞ 53 ദിവസമായിരിക്കുന്ന ഈ സഹോദരിമാരോട്, കഴിഞ്ഞ 15 ദിവസമായി അനിശ്ചിതകാല നിരാഹാരത്തിലിരിക്കുന്ന ഈ സഹോദരിമാരോട്, ഈ നാട്ടിലെ ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികളോട് ഒരല്പം കനിവ് പോലും കാണിക്കാൻ, ഒരല്പം മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കാൻ ഈ മന്ത്രി മാനുഷിക പരിഗണനയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ പരിഗണന പോലും കാണിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. അതുകൊണ്ട് അധികാരം കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ഈ അധികാരം കൊണ്ട് ആരെയും അടക്കി നിർത്താനാവും, ആരെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കും. ഈ അധികാരത്തിന്റെ രുചി എന്താണെന്ന് ഈ നാട്ടിലെ പാവങ്ങളെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് ഈ സർക്കാർ പെരുമാറുന്നത്. അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളിത് പഠിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം ജനങ്ങളുടെ ശക്തി എന്താണെന്ന് പഠിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്. ഈ നാട്ടിലെ പാവങ്ങൾ വിചാരിച്ചാൽ, ഈ പട്ടിണി പാവങ്ങളൊന്നും ഏഴകളൊന്നും നിങ്ങൾ കരുതുന്ന ഈ ആശാവർക്കർമാർ വിചാരിച്ചാൽ നിങ്ങൾക്ക് പാഠം നൽകും. നിങ്ങളെയും പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾക്കാകുമെന്ന് ഞങ്ങളും ഉറച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോയിക്കൊള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് ദിവസങ്ങൾ നീട്ടിപ്പോയാൽ, ഇന്നിപ്പോൾ 53 അല്ലേ, അതിനപ്പുറത്തേക്ക് പോയാൽ ഇവർ പിരിഞ്ഞു പോകുമെന്നാണ്. എന്നാൽ അതില്ല. ഈ നാട്ടിലെ ഈ ആശാവർക്കർമാർ ഈ തെരുവിൽ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. നിങ്ങളുടെ മുഷ്ടിനും നിങ്ങളുടെ അഹന്തയ്ക്കും നിങ്ങളുടെ അധികാര പ്രബദ്ധതയ്ക്കും മുമ്പിൽ പിരിഞ്ഞു പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അവകാശങ്ങൾ നേടിക്കൊണ്ടേ പോകുള്ളൂ. ഈ ചർച്ചയിൽ താറാവുന്നതിലും അപ്പുറം നമ്മൾ താന്നു കൊടുത്തു. എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, കാരണം മറ്റാളുകൾ കൂടി ഇരിക്കല്ലേ. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും താഴ്ന്നു വരാം, നിങ്ങൾക്ക് കമ്മീഷൻ വയ്ക്കുന്നു. ഇവിടുത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഏത് സമയത്തെയും പൊളിക്കാനുള്ള അടവാണ് ഈ കമ്മീഷൻ. ഒരു കമ്മീഷൻ വെക്കും, പിന്നെ എന്തായി ഏതായി ആർക്കറിയില്ല. അവർ വിചാരിച്ചത് നമ്മളെയും അങ്ങനെ കുപ്പിയിലിറക്കാമെന്നാണ്, കമ്മീഷൻ കാണിച്ച് കുപ്പിയിലിറക്കാമെന്നാണ്. എന്നാൽ അത് നടക്കാൻ കഴിയില്ല, നമ്മൾ അനുവദിച്ചില്ല. ഇനി വേണമെങ്കിൽ 100,000 കാര്യങ്ങളുടെ ചർച്ചകളോ കമ്മീഷൻ വെച്ചോളൂ. ഈ 53 ദിവസമായിട്ട് നിങ്ങൾക്ക് കമ്മീഷനെ കുറിച്ചും പഠനത്തെ കുറിച്ചും ആലോചിക്കാൻ കഴിയില്ലേ? ഈ നാട്ടിൽ നമ്മളുടെ സമരം തുടങ്ങിയതിനു ശേഷം ഈ 53 ദിവസവും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണറേറിയവും ഇൻസെന്റീവും ഒക്കെയാണ്. ഇവിടെ കൊച്ചു കുട്ടിക്ക് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കറിയാം എന്താണ് ഓണറേറിയം, എന്താണ് ഇൻസെന്റീവ്, അത് ആരാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കിട്ടുന്നത് നോക്കാം. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ മന്ത്രിക്ക് അറിയില്ല. വീണ്ടും കമ്മീഷൻ വെച്ച് പഠിക്കണം. അത്രേ അവര് വീണ്ടും പഠിക്കാൻ വേണ്ടി കമ്മീഷൻ നൽകുന്നു. അപ്പോൾ കാര്യം വ്യക്തമാണ്. ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങളെ എന്താണ് തള്ളിക്കളയാൻ വേണ്ടി ഒരു കമ്മീഷൻ വെക്കുന്നു. അവിടെ നമ്മൾ അല്പം താന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയും അത് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ വേറെ കമ്മീഷൻ വെച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിന് പോലും തയ്യാറായില്ല. നമ്മൾ താഴ്ന്നു കൊടുത്തോടെയും അതിന് പോലും തയ്യാറാവാതെ ഔദ്ധ്യത്തോടുകൂടി അഹന്തയോടുകൂടി അധികാരം കയ്യിലുണ്ട് എന്നുള്ള ഒരേ ഒരു മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. നമ്മൾ മുക്കി വടക്കില്ല. ഇനി എത്ര താഴ്ന്നു കൊടുക്കണമെന്ന് നമ്മൾ രണ്ടാമത് ആലോചിക്കും. ഇപ്പൊ കൊടുത്തൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സമരവുമായിട്ട് പ്രക്ഷോഭവുമായിട്ട് വിജയിക്കും വരെ മുമ്പോട്ട് പോകുന്ന പ്രഖ്യാപനം
നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയുടെ ഈ അഹങ്കാരത്തിനും ഔദ്ധത്യത്തിനും എതിരായിക്കൊണ്ട് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സ്ത്രീ തൊഴിലാളി വിരുദ്ധ ഏവരോട് കാണിക്കുന്ന ഈ നാട്ടിലെ എന്താണ് 99% ജനങ്ങളും ഒരേപോലെ നമ്മളോടൊപ്പം നിൽക്കുന്ന അവരോട് എല്ലാം കാണിക്കുന്ന സർക്കാരിന്റെ ഈ ടാക്സിനെതിരെ പ്രതിഷേധം നടത്തണം. ഒരു പ്രതിഷേധ പ്രകടനമായി നമുക്ക് മുന്നോട്ട് പോകാം. നിലയങ്ങളും എണീച്ചുകൊണ്ട് നമുക്ക് ആ പ്രതിഷേധ പ്രകടനത്തിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.